നമ്മോടൊപ്പമുള്ള അതിഥി നാടൻപാട്ട് രംഗത്ത് വളർന്നു വരുന്ന ഒരു കലാകാരിയാണ് ശ്രീമതി രാജി എളങ്ങുന്നപ്പുഴ. നമസ്കാരം. എന്തെല്ലാമാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പഴയ പാട്ടുകളെ പുതിയതായിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് നാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരിയുണ്ട് നമ്മുടെ ജനസമൂഹത്തിൽ. അപ്പം മൺമറഞ്ഞു പോയ നമ്മുടെ ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കൈകൊട്ടിക്കളി പാട്ടുകളാണ് നമ്മുടെ ഈ വൈപ്പിൻ ഭാഗങ്ങളിൽ. ഈ ഭാഗങ്ങളിൽ അനുഷ്ഠാന പാട്ടുകൾ വളരെ കുറവാണ്. എൻ്റെ ഒരു കുഞ്ഞറിവാണ്, എന്നാലും ഞാൻ പറയുകയാണ്. പണ്ട് മുതലേ കൈകൊട്ടിക്കളി പാട്ടുകൾ ചില സമിതികളായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരോട് ചെന്ന് അന്വേഷിച്ചപ്പോൾ അത് മത്സര കളികളാണെന്നാണ് അവർ പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്താണോ അവൈലബിൾ ആവുന്നത് ആ പാട്ടുകൾ കണ്ടെത്തുക, അത് ശേഖരിച്ച് വെക്കുക, അത് പുതുതലമുറയ്ക്ക് കൈമാറി കൊടുക്കുക. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. കേരള സാംസ്കാരിക വകുപ്പിൻ്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് കിട്ടിയ കലാകാരി എന്ന നിലയിൽ കൊച്ചിൻ കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന ഒരു 8 സെൻറ്ററിലെ പഠിതാക്കൾക്കാണ് ഇപ്പോൾ ആ ഒരു പാട്ടുകൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ഇടയിലേക്ക് പാട്ട് ആവശ്യപ്പെട്ട് വരുന്ന ആർക്കും നമ്മൾ ആ പാട്ടുകൾ കൈമാറാറുണ്ട്. അപ്പോൾ ആ പാട്ടുകൾ പഠിക്കുമ്പോൾ ആ പാട്ടുകളുടെ തനിമ ചോരാതെ അവരെങ്ങനെയാണോ ആ പാട്ടുകൾ ഉപയോഗിച്ചിരുന്നത് അതേപോലെ തന്നെ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. നമ്മൾ പാട്ട് പാടുമ്പോൾ ഒരു വാക്ക് മാറിപ്പോയാൽ തന്നെ പാട്ടുകളുടെ അർത്ഥം ചില സമയത്ത് മാറാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പാട്ടുകൾക്ക് ദേശങ്ങൾക്കനുസരിച്ച് പാട്ടുകൾക്ക് വ്യത്യാസവും വരാറുണ്ട്. അപ്പോൾ ദേശവ്യത്യാസങ്ങൾക്കനുസരിച്ച് പാട്ടുകളിൽ അതിലൊരു വ്യത്യാസം വരുമെന്ന് ഇപ്പോൾ ചേച്ചി പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ മാറുന്നൊരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാം. അങ്ങനെ മാറുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ആ ഭാഗങ്ങളിൽ കരിന്തലക്കൂട്ടം എന്ന സമിതി പാടിക്കേട്ടിയിരിക്കുന്നതാണ്. ലപ്പൂവേലിപ്പൂവേ മുല്ലപ്പൂവേ, ലപ്പൂവേലിപ്പൂവേ മുല്ലപ്പൂവേ, ലാരാര് തിരുമടിയിൽ പാറിയിരിക്കും, ലാരാര് തിരുമടിയിൽ പാറിയിരിക്കും, ലപ്പാപ്പൻ തിരുമടിയിൽ പാറിയിരിക്കും, ലപ്പാപ്പൻ തിരുമടിയിൽ പാറിയിരിക്കും, ലപ്പാപ്പൻ മരിച്ചാലോ പൂവേ മുല്ലപ്പൂവേ, ലാരാര് തിരുമടിയിൽ പാറിയിരിക്കും, ലമ്മാമ തിരുമടിയിൽ പാറിയിരിക്കും, ലമ്മാമ തിരുമടിയിൽ പാറിയിരിക്കും. ഇതേ പാട്ട്
നമ്മൾ എറണാകുളം, ആലപ്പുഴ ആ ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കേട്ടിട്ടുള്ളതാണേ. മുണ്ടകൻ പാടത്തെ ദാതൻ കുഞ്ഞെ തകതാതെ, മുണ്ടകൻ കൊയ്യുമ്പോഴെവിടിരിക്കും തകതാതെ, മുണ്ടകക്കട്ടയുടെ കീഴിരിക്കും, കട്ടയുടയുമ്പോഴെവിടിരിക്കും, കട്ടയുടയുമ്പോഴെവിടിരിക്കും, അപ്പൻ മടിമേലിരിക്കും ഞാനേ, അപ്പൻ മടിമേലിരിക്കും ഞാനേ. അതായത് പാട്ടുകളുടെ വാക്കുകളിലും ട്യൂണിലും വ്യത്യാസമുണ്ട്, പക്ഷെ അർത്ഥ വ്യത്യാസം വരുന്നില്ല. ഇതാണ് ദേശഭേദങ്ങൾ എന്നത് ഞാൻ കണ്ടുപിടിച്ച ഒരെണ്ണം. ഇതുപോലെ പലതും ഉണ്ടാവാം, അത് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കണ്ടിരിക്കുന്ന പല പ്രേക്ഷകർക്കും അതൊരു പുതിയൊരു അറിവായിരുന്നു, ആ ഒരു വേരിയേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇനി ചേച്ചിയുടെ വീട്, ഫാമിലി വിശേഷങ്ങൾ, അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വീട്ടുകാരുടെ സപ്പോർട്ട് എന്തായാലും വേണമല്ലോ. അപ്പോൾ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പറയും? വീട്ടുകാരുടെ സപ്പോർട്ട് ഒത്തിരിയാണ്. കാരണം നാടൻപാട്ട് മേഖലയിൽ, നാടൻപാട്ട് തന്നെയല്ലേ ഈ സ്റ്റേജ് പെർഫോമൻസ് മേഖലയിൽ നിൽക്കുന്ന ഏതൊരു പെൺകുട്ടികൾക്കും ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇന്നത്തെ സമൂഹത്തിലല്ല, നേരത്തെ മുതൽ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എന്നത്. ചെറുപ്പം മുതലേ അച്ഛനും അമ്മ വളരെ സപ്പോർട്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ ഇളങ്ങുന്നപ്പുഴയിൽ നാട്ടരങ്ങെന്ന സമിതിയിലൂടെയാണ് നാടൻപാട്ട് രംഗത്തേക്ക് കടന്നു വന്നത്. അത് ഏകദേശം ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ അതിനുശേഷം പാട്ടുകൾ എന്തെന്നോ, നമ്മളൊരു പാട്ട് കിട്ടി പാടുന്നു, സ്റ്റേജിൽ പാടുന്നു, ആൾക്കാർ കൈയടിക്കുന്നു, അത്രയേ ഉള്ളൂ അന്നേരം. പിന്നെ അതിനുശേഷം നമ്മൾ വളരും തോറും നമ്മളെ പഠനം, എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ PG കംപ്ലീറ്റ് അല്ല, B.Ed കഴിഞ്ഞതാണ്. അപ്പോൾ ആ ഒരു PG ലെവലിൽ ചെന്നപ്പോഴാണ് നാടൻപാട്ടിനെ കുറിച്ച് ഒരു പേപ്പർ തന്നെ പഠിക്കാനുണ്ടായി. അപ്പോൾ അന്നേരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നാടൻപാട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്ന ഒന്നല്ല, ഒരുപാട് ആഴത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഓരോ വിഭാഗത്തിനും അതിൻ്റേതായ തനതായ കലകളും ആ കലകൾക്കൊപ്പം പാട്ടുകളും ഉണ്ട്. അതൊക്കെ മഹത്താണ്. അത് നമ്മൾ ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നും നമ്മൾ ആ പഠനത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വേദികൾക്കൊപ്പം തന്നെ ഒരുപാട് വേദികളിൽ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ ഫാമിലിയാണ് ചോദിച്ചതെന്നല്ല, ഫാമിലിയിൽ പറഞ്ഞു വരുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അച്ഛനും അമ്മയാണ്. പിന്നെ നമ്മൾ വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് പിന്നെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും അത്യാവശ്യം ഭർത്താവിൻ്റെ സപ്പോർട്ടാണ്. ഭർത്താവ് എന്ന് പറയുന്നത് എന്നേലും കൂടുതലായി പാട്ടുകളെക്കുറിച്ച് റിസർച്ച് ചെയ്യാനും അദ്ദേഹമാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അദ്ദേഹത്തിൻ്റെ പേര് രതീഷ്. അദ്ദേഹം കുട്ടമ്പുഴയിലുള്ളതാണ്. അപ്പോൾ ആ കുട്ടമ്പുഴ ആ മേഖലയിലുള്ള അവർക്കറിയാം, അവർക്ക് ആ പാട്ടുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. പിന്നെ ഒരു മകൻ്റെ പേര് അമൻ, അവനും അത്യാവശ്യം പാടും കൊട്ടും. അപ്പോൾ അവരൊക്കെ ഏറ്റവും കൂടുതൽ നല്ല സപ്പോർട്ടാണ്. പിന്നെ 2 സഹോദരിമാരാണ്, ചേച്ചിമാർ 2 പേരും നല്ല സപ്പോർട്ടാണ്. ഒരു ചേച്ചി പാട്ട് പാടും, ചേച്ചി നാടൻപാട്ട് മേഖലയിലല്ല, കർണാടക സംഗീത മേഖലയിലാണ്. അപ്പോൾ എനിക്ക് സംഗീതം ഇതുവരെ അഭ്യസിക്കാൻ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്നിരുന്നാൽ തന്നേലും നാടൻപാട്ട്, അത് ഫോക്ക് ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഒരു വേറിട്ട് നിൽക്കുന്നതാണ്. നമുക്ക് ജന്മസിദ്ധമായി കിട്ടേണ്ട ഒരു കഴിവാണ് ആ ഒരു ഫോക്ക് മേഖല എന്ന് പറയുന്നത്. ഒരുപാട് സ്റ്റേജ് ഷോസിലൂടെയാണ് ഞാൻ മുന്നോട്ട് വന്നതെന്ന് ഇപ്പോൾ രാജേച്ചി എന്നെ പറയണ്ടായി. അപ്പോൾ അത് ഓരോ സ്റ്റേജ് ഷോയിലൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എന്താ പറയുക, പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റേജ് ഷോസ് ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ? അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല അനുഭവങ്ങൾ എപ്പോഴും ഓർത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഓരോ വേദികളും ഓരോ അനുഭവങ്ങളായിരുന്നു. അപ്പോൾ ചില പാട്ടുകൾ പാടുമ്പോൾ എനിക്ക് കാവാലം രംഭാമയോടൊപ്പം CD പാടാനായിട്ടുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് ആ രംഭാമയുടെ മുടിയാട്ടപ്പാട്ടായ മധു മുണ്ടകത്തിൽ സംവിധാനം ചെയ്ത താതിനുന്തൈ, അതായത് ആർക്കും വെക്കാം കാളി നീലി കരിമ്പന എന്ന് പറഞ്ഞ രംഭാമയുടെ പാട്ടാണ്. അപ്പോൾ അതൊക്കെ വേദികളിൽ പാടുമ്പോൾ 2ാമത് പാടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു അനുഭവമാണ്. നമ്മളുടെ പാട്ട് പാടുന്നത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ പ്രേക്ഷകർ നമ്മളോട് രണ്ടാമത് പാടാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ 2ാമത് പാടിച്ചിട്ടുണ്ട് എന്ന് എന്തായാലും പറഞ്ഞു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും അത് മിസ്സാവണ്ട. അപ്പോൾ ആ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കും വെക്കാം കാളി നീലി കരിമ്പന, ആർക്കും വെക്കാം കാളി നീലി കരിമ്പന,
തെക്കം കുറ്റിയ കമ്പടിമാർക്കും വെക്കാം കുത്താം മാടാൻ ചൂടാം കയ്യിലെടുക്കാം കൊണ്ടു നടക്കാം കളി നീലി കരിമ്പന എവിടെ നാടും പെണ്ണെ എവിടെ നാടും പെണ്ണെ കളി നീലി കരിമ്പന പിന്നെവിടെ നാടും പെണ്ണെ എവിടെ നാടും പെണ്ണെ കളി നീലി കരിമ്പന താതിനും ദൈതാതിനും ദൈതാതിനും ദൈതാരാ താതിനും ദൈതാതിനും ദൈതാതിനും ദൈതാരാ. ഈ പാട്ടിൽ തന്നെ അവസാനമാകുമ്പോൾ സ്പീഡ് കൂടും പാട്ടിൻ്റെ. അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കാതെയാണ് ആ ഒരു പോർഷൻസ് മുഴുവൻ പാടുന്നത്. അത് ആലിയാലി മണപ്പുറത്തൊരു വാറ്റിറമ്പേ പോകുമ്പം ചെമ്മിനെ കണ്ടു കരിമീനെ കണ്ടിട്ട് മടകെട്ടി ആ കുഴി തേടി അക്കയിൽ മീൻ പിടിച്ച് ഇക്കയിൽ മീൻ പിടിച്ച് അണച്ചമ്മൻ തന്നെ മാല വെച്ചേ നിനക്കു വല്ലതും തേക്കണോടാ ചക്കരമല്ല ചീരാമാ താതിനും ദൈതാതിനും ദൈതാതിനും ദൈതാരാ താതിനും ദൈതാതിനും താതിനും ദൈതാരാ. മാനത്തു മീനുണ്ട് ചെമ്മിനും കരിമീനും മണ്ടിയ കണ്ടനകമ്പടി പുക്കേ ഇന്നേ വെളുപ്പേ കുറഞ്ഞേ നാരായണ എൻ്റെ പൊന്നമ്പീരാനെ ചീനി വിളവിലും കന്നാലി കയറി തകതത്തോം ദൈതാരാ താതിനും ദൈതാതിനും താതിനും ദൈതാരാ താതിനും ദൈതാതിനും ദൈതാതിനും ദൈതാരാ. ഇത്രയും നല്ല എന്താ പറയുക, ഇത്ര രസമുള്ള പാട്ട് പ്രേക്ഷകർ രണ്ടാമത് പാടാൻ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നല്ല രസമുണ്ടായി കേൾക്കാൻ. ഈ ഒരു മേഖലയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ബാക്ക് ബോൺ ആയിട്ട് നിന്ന ഒരാൾ, അല്ലെങ്കിൽ നീ ഇത് ചെയ്താൽ നന്നാവും, ഇങ്ങനൊരു പാട്ട് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അവതരിപ്പിച്ചപ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ മേഖലയിൽ ചെന്നാൽ നിനക്ക് ഉയർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാളുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു സമിതിയിലൂടെയാണ് നാടൻപാട്ട് രംഗത്തേക്ക് കടന്നു വന്നത്. അപ്പോൾ അന്ന് 8ാം ക്ലാസ്സിലാണ്, ഞാൻ ചെറുതാണ്. ആ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൊച്ചാപ്പന്മാർ തന്നെയാണ്. ആ സമിതിയിൽ പുറത്തുനിന്ന് ആരുമില്ല, നാട്ടരങ്ങിളങ്ങുന്നപ്പോഴാണ്. അപ്പോൾ കൊച്ചപ്പന്മാരാണെങ്കിൽ ഇങ്ങനെ ഒരു സമിതി തുടങ്ങുന്നുണ്ട്, അപ്പോൾ നിനക്കൊന്ന് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് പാട്ട് പാടാനാണ്. അപ്പം നമുക്കറിയില്ല നമ്മുടെ കഴിവിനെക്കുറിച്ച്, കഴിവുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും നമ്മളിങ്ങനെ പാടുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവർ തന്നെയാണ് ഒരു പാട്ട് പഠിപ്പിച്ചു തന്നത്. അത് കിഴക്കുദിക്കണ സൂര്യ ഭഗവാൻ എന്തിൻ പുറത്താണ് എഴുന്നള്ളത്ത് എന്ന് പറഞ്ഞൊരു സിമ്പിളൊരു പാട്ട് അവർ പഠിപ്പിച്ചു തന്നു. അവർ വേദിയിൽ കേട്ടി ആദ്യമായി ഇളങ്ങുന്നപ്പുഴ ശ്രീ ഭഗവാന്റെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാടുമ്പോഴും അതെല്ലാവരും കൈയടിച്ചപ്പോഴാണ് നമുക്ക് ഇങ്ങനെയും പാടാൻ പറ്റും. ഞാനിപ്പോൾ ശാസ്ത്രീയ സംഗീതം അത് നമുക്ക് എല്ലാത്തിനും അടിസ്ഥാനമായിട്ട് പറയുന്നല്ലോ. അപ്പോൾ പാട്ടൊന്നും പഠിക്കാത്തത് കൊണ്ട് ഞാൻ പാടി എങ്ങനെ ഇരിക്കും എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ പാടിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറഞ്ഞാൽ നന്നായിട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു മേഖലയിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്നെനിക്ക് മനസ്സിലായി. പിന്നീട് ആ സമിതിയിൽ കൂടി തന്നെ വളർന്നു വന്ന് ഒരുപാട് വേദികൾ ആ സമിതി എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേരളത്തിലെ ഒരു ഒട്ടുമിക്ക സമിതികളിലും പോകാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സമിതിയിലും ചെല്ലുമ്പോൾ നമ്മൾ ഓരോന്ന് പഠിക്കുക. ഓരോ സമിതിയിലും ചെല്ലുമ്പോൾ പുതിയ പുതിയ പാട്ടുകൾ, പുതിയ പുതിയ അറിവുകൾ, അതെല്ലാം തന്നെ നമുക്ക് നമ്മുടെ വളർച്ചയ്ക്ക് ഒരുപാട് കാരണങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്ദി പറയാമെന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും നമുക്ക് നന്ദി പറയേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി നന്ദി. ഞാൻ ഈ ഒരു വേദി ഞാൻ ഉപയോഗിക്കുകയാണ് നന്ദി പറയാനായിട്ട്. നാടൻപാട്ട് മേഖലയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വാദ്യോപകരണങ്ങൾ. അപ്പോൾ ചേച്ചി കൈകാര്യം ചെയ്യുന്ന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ്? വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ എല്ലാം കേട്ട് പഠിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ തന്നെ ഒന്ന് ചെയ്തു നോക്കും. അപ്പോൾ അങ്ങനെയുള്ള പഠിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ അത്യാവശ്യം ചെണ്ട കൈകാര്യം ചെയ്യും, വലന്തല കൈകാര്യം ചെയ്യും, മരം കൈകാര്യം ചെയ്യും, തുടി കൈകാര്യം ചെയ്യും, അത്യാവശ്യം തകിലൊഴികെ അത്യാവശ്യം എല്ലാ വാദ്യങ്ങളും കൈകാര്യം ചെയ്യും ഞാൻ. അപ്പോൾ അത് ആധികാരികമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. എന്നാലും ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആ വാദ്യം ഉപയോഗിക്കാനുള്ള അത്യാവശ്യം ചെയ്യും എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു തുടിയാണെന്ന് എന്നെപ്പോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും അറിയാം, അല്ലേ? അപ്പോൾ തുടി വെച്ചിട്ട് ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ? തുടി സാധാരണ നമ്മൾ തളർത്തി പാടുന്ന ഒരു മിക്ക പാട്ടുകൾക്കും പാടാറുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പാടുന്നത് കുട്ടപ്പൻ മാഷ് രചിച്ചതാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു നേരമ്പോക്ക് പാട്ടാണ് അത്. കറികളെ കുറിച്ചിട്ടുള്ളൊരു പാട്ടാണ്. നമുക്കൊന്ന് പാട്ട് കേൾക്കാം. അപ്പനമ്മടെ കുമ്പളത്തൈ അമ്മേ നമ്മടെ ജിരകത്തൈ കുമ്പളം പൂത്തതും കളപറിച്ചതും കരിക്കരിഞ്ഞതും നെയ്യിൽ പൊരിച്ചതും നീ അറിഞ്ഞോ
പാട്ട് വളരെ മനോഹരമായിരുന്നു കേൾക്കാൻ വേണ്ടി. നമ്മൾ എന്താണ് പ്രേക്ഷകരെയും എന്നെയും എല്ലാവരെയും എന്താ പറയുക വേറൊരു ലോകത്തേക്ക് എത്തിച്ചു എന്ന് വേണം പറയാം. അപ്പോൾ നമ്മുടെ രാജ്യത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിട്ട് ചേച്ചി നാടൻപാട്ടുമായിട്ട് പുറം നാട്ടിൽ പോയിരുന്നു എന്നൊരു അറിവ് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി പറയൂ. 2011 ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യ ചൈന യൂത്ത് എക്സ്ചേഞ്ചിൽ നെഹ്റു യുവകേന്ദ്രയെ പ്രതിനിധീകരിച്ച് എന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ ചൈനയിൽ പോകാനും നമ്മുടെ തനതായ പാട്ടുകൾ അവിടെ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് 2 പേരാണ് അന്ന് നെഹ്റു യുവകേന്ദ്ര സെക്ഷനിൽ നിന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ചിലവിൽ നമുക്കൊരു സെലക്ഷൻ കിട്ടിയിട്ട് ചൈന വരെ പോകാൻ പറ്റി. അവിടുത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റി. അവരുടെ കൾച്ചറലായിട്ടുള്ള തനതായിട്ടുള്ള കൾച്ചർ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അതുപോലെ ഇന്ത്യക്കകത്തും ഒത്തിരി സ്ഥലത്ത് എനിക്ക് ഇതുപോലെ കൾച്ചറൽ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ തനത് നാടോടി സംസ്കാരങ്ങൾ പരിചയപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊത്തിരി സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ ഈ ഒരു മേഖലയിൽ നാടൻപാട്ട് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നാട്ടു സംസ്കാരങ്ങളെ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുകയാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എനിക്ക് സന്തോഷം തന്നിട്ടുണ്ട്. നാടൻപാട്ടിനെ കുറിച്ച് ഇപ്പോഴും പഠനങ്ങൾ നടത്തി വരുന്നുണ്ട് ചേച്ചി അല്ലേ? നാടൻപാട്ടുകളെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുമ്പോൾ ഫോക്ലോർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് നാടൻ പാട്ടുകൾ വരുന്നത്. അപ്പോൾ ഫോക്ലോർ എന്ന് പറഞ്ഞാൽ ഒരു ജനതയെക്കുറിച്ചുള്ള പഠനമാണ് ഫോക്ലോർ. അപ്പോൾ ഫോക്ക് എന്ന് പറഞ്ഞാലാണ് നമ്മുടെ ജനത എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏത് ജനതയെക്കുറിച്ചാകാം. ചിലപ്പോൾ ഒരേ തൊഴിൽ ചെയ്യുന്നവരാകാം, ഒരേ വിഭാഗം, ഒരു ജാതിയിൽപ്പെട്ടവരാകാം. അപ്പോൾ അങ്ങനെയുള്ള ഓരോ ജനതയെക്കുറിച്ചുള്ള പഠനമാണ് ഈ ഫോക്ലോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒരു വിഭാഗമാണ് നാടൻ പാട്ടുകൾ. അപ്പോൾ ഫോക്ലോർ വിഭാഗത്തിൽ വരുന്ന വേറെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ കൈവേലകൾ വരുന്നുണ്ട്, നാടൻ പാചകങ്ങൾ, പിന്നെ വൈദ്യം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിൽ വരുന്ന ഒന്നാണ് നാടൻ പാട്ടുകളും എന്ന് പറയുന്നത്. അപ്പോൾ നാടൻ പാട്ടുകളെ പൊതുവെ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അത് മതപരവും അനുഷ്ഠാനപരവും, അതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ലൗകികപരം. അപ്പം ഒന്നാമത്തെ വിഭാഗമായ മതപരം അനുഷ്ഠാനപരം എന്ന വിഭാഗത്തിൽ വരുന്നതാണ് ഭദ്രകാളിപ്പാട്ടുകൾ, കുത്തിയോട്ടപ്പാട്ടുകൾ, പിന്നെ അതുപോലെ നാഗപ്പാട്ടുകൾ. അങ്ങനെ അതാണ് ഒന്നാമത്തെ വിഭാഗത്തിൽ വരുന്നത്. രണ്ടാമത്തെ വിഭാഗത്തിൽ ലൗകികപരം, അതാണ് നമ്മുടെ വിനോദപരമായ കൈകൊട്ടിക്കളിപ്പാട്ടുകൾ, പിന്നെ നമ്മൾ നേരം പോക്ക് പാട്ടുകൾ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഈ ലൗകികപരം എന്ന വരുന്ന വിഭാഗത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഒന്നിലേക്കും ആഴത്തിൽ ചെല്ലുമ്പോൾ അതിനെയും വേർതിരിച്ച് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ സ്വയമേ ഒരു അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞുവല്ലോ, അപ്പോൾ നാടൻ പാട്ടുകൾ നമ്മൾ ഒരുപാട് കണ്ടെത്താനായിട്ടുണ്ട്. കാരണം നമ്മുടെ കാരണവന്മാരാണ് നമ്മുടെ ഗുരുക്കൾ. അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ പാട്ടുകളാണ്. അപ്പോൾ ഈ കൃഷിപ്പാട്ടുകളൊക്കെ ഈ ലൗകികപരമായ ഇതിൽ വരികയാണ്. അപ്പോൾ കൃഷിപ്പാട്ടുകളെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ കൃഷിക്ക് മണ്ണൊരുക്കുന്നത് മുതൽ നമ്മൾ വിളവെടുക്കുന്നത് വരെ ഓരോ ഘട്ടത്തിലും ഓരോ പാട്ടുകളാണ്. അപ്പോൾ ആദ്യം നമ്മൾ മണ്ണൊരുക്കുന്നു. അതായത് മണ്ണൊരുക്കുന്ന സമയത്ത് എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്, നമ്മുടെ ഭൂമി ഈ ദേവിയെ, അതായത് നമ്മുടെ ചവറെല്ലാം കൂട്ടി കത്തിക്കുമല്ലോ, അപ്പോൾ അതിനെ ഭൂമി ദേവിയെ ഉർവരത വരുത്തുന്നു എന്നാണ് പറയുന്നത്. അത് പുതിയതാക്കിയെടുക്കുക ഭൂമിയെ. അതിനുശേഷം കിളക്കും, മണ്ണൊരുക്കിയതിന് ശേഷം വിത്തിടും. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ പാട്ടുകളാണ്. അപ്പോൾ ചില പാട്ടുകൾ ഇപ്പോൾ നമ്മൾ പാടി വരുന്നത് ചിലത് എഴുത്തുപാട്ടുകളാവാം, മറ്റു ചിലത് വാമൊഴിയായി പകർന്നു വന്ന പാട്ടുകളാവാം. അപ്പോൾ അങ്ങനെ പാട്ടുകളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒത്തിരി പഠിക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ അതിൽ ഏത് വിഭാഗത്തിലാണ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓരോ പാട്ടുകളെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഴയ കാരണന്മാരോട് ചോദിക്കും ചെന്ന്. അപ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞു തരും. അപ്പോൾ അന്നത്തെ കാലഘട്ടം നമ്മളോട് പറഞ്ഞു തരും. അപ്പോൾ ആ പാട്ടുകൾ രേഖപ്പെടുത്തി വെക്കും. ആ പാട്ടുകൾ ഏത് പാട്ടാണെന്ന് കൂടി രേഖപ്പെടുത്തി വെക്കും. അപ്പോൾ ഇന്ന പാട്ടുകളാണെന്ന് നമുക്കത് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നേരം ചേച്ചിയുടെ വിലപ്പെട്ട സമയം നമ്മുടെ പ്രേക്ഷകർക്കും സെൻ എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി നൽകിയതിന് ആദ്യമേ നന്ദി പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ നാടൻപാട്ടിനെ പറ്റിയിട്ടുള്ള ഒത്തിരി പുതിയ അറിവുകളും ഒരുപാട് നല്ല പാട്ടുകളും നമ്മൾക്ക് വേണ്ടി ചേച്ചി പാടിത്തന്നു. അപ്പോൾ സെൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. നാടൻപാട്ടിനെ പറ്റി ഒരുപാട് പുതിയ അറിവുകളും ഒത്തിരി നല്ല പാട്ടുകളും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചേച്ചി പാടിത്തന്നു. ഒരുപാട് നന്ദി. ഒത്തിരി സന്തോഷം. ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയൊരു എപ്പിസോഡിൽ മറ്റൊരു അതിഥിയോടൊപ്പം വീണ്ടും കാണുന്നവരേക്കും നമസ്കാരം. മുണ്ടകൻ പാടത്തെ ദാതൻ കുഞ്ഞെ തകതാതെ, മുണ്ടകൻ കൊയ്യുമ്പോഴെവിടിരിക്കും തകതാതെ, മുണ്ടകക്കട്ടയുടെ കീഴിരിക്കും
കട്ടായുടയുമ്പോഴെവിടെയിരിക്കും, കട്ടായുടയുമ്പോഴെവിടെയിരിക്കും, അപ്പൻ മടിമേലിരിക്കും ഞാനേ, അപ്പൻ മടിമേലിരിക്കും